രാവിലെ തന്നെ നല്ല മഴ പെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ മടിയാണ്. പക്ഷെ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. സ്കൂളിൽ പോകാൻ ടൈമായി. ഹെസ്ലിനോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിറങ്ങി. സ്കൂളിലെത്തി പതിവ് കലാപരിപാടികൾ തുടങ്ങി. പതിവിൽ നിന്ന് വ്യത്യസ്തമായത് 5ാമത്തെ പീരീഡാണ്. ഫ്രീ പീരീഡ് ആയിരുന്നു. പക്ഷെ സബ് കിട്ടിപ്പോയതാണ് 5ാം ക്ലാസ്സിലേക്ക്. അവർക്കപ്പോൾ മലയാളം പീരീഡാണ്. എന്നാൽ പിന്നെ മലയാളം ബുക്കിലെ ഏതെങ്കിലും ഒരു കവിത ഈണത്തിൽ ചൊല്ലാൻ റെഡിയായവരുണ്ടോ എന്ന് ചോദിച്ചതാണ്. 2 ആൾ റെഡിയായി വന്നു. കണ്ണുമേച്ചിങ്ങനെ നിന്നു വിളങ്ങനെ മുറ്റത്തുലാത്തുമ്പോൾ മുന്നിലായൊരു അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരയിക്കോമനെ. അവരത് അടിപൊളിയായി പാടി അവതരിപ്പിക്കുകയും ചെയ്തു. അവരോടൊരു വെരി ഗുഡും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈവനിങ് ആയി സ്കൂൾ വിട്ടോ വീട്ടിലേക്ക് പോകണം. വഴിയിൽ വെച്ച് കാറിനെ ഒന്ന് സുന്ദരിയാക്കാൻ പോയതാണ് ഇവിടേക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോഴാണ് മഞ്ഞ ഈത്തപ്പഴം ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ പിന്നെ അതും കൂടി വാങ്ങാമെന്ന് കരുതി. ഒരു സാധനം വാങ്ങാൻ പോയി ഒരുപാട് സാധനം വാങ്ങിപ്പോരുന്ന സ്ഥിരം പരിപാടി എന്ന് നടന്നു. അങ്ങനെ വീടെത്തി. മഞ്ഞ ഈത്തപ്പഴം കണ്ട ഉടനെ എസിലി അതും എടുത്തൊരോട്ടം. രാത്രിയിലേക്ക് മൈദ കൊണ്ടുള്ള പത്തിരിയായിരുന്നു. അങ്ങനെ അതും നൂട്ടലയും ചേർത്ത് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്തേക്ക് നോക്കി അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായതുപോലെ നിന്നു. ലാസ്റ്റാണ് ഒരു കാര്യം മനസ്സിലായത്. അമ്പിളിമാമനെ നോക്കിയാണ് അവൾ സംസാരിക്കുന്നത്. എന്തൊക്കെയോ പറയുന്നുമുണ്ട്. അവസാനം അതിനെ പിടിക്കാൻ വരെ അവളൊരു ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഈ പരിപാടി അധികം പ്രോത്സാഹിപ്പിച്ചാൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് അവളെ വീട്ടിലേക്ക് തന്നെ കയറ്റി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ, ബാക്കി നാളെ.